സ്വന്തം ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ടും കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടും ദീന്. ഒരു കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ ആ കുടുംബം കൃത്യമായിട്ട് നിസ്കരിക്കുകയും നോമ്പൊലിക്കുകയും എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ഒരാളും മനസ്സ് വേദനിക്കുന്നില്ല പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും എന്നുറപ്പ് വരുത്തലാ ദീന്. ആ മനസ്സമാധാനം ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ കയറി വരുന്ന പെൺമക്കളോട് ഒരിക്കലും ആ കുത്തുവാക്ക് പറയൂല. ഒരു പെൺകുട്ടീന്റെ മനസ്സ് വേദനിപ്പിക്കൂല. നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ പടച്ചോന്റെ നരകത്തിന്റെ തീ വീഴുന്നതിന് ഹക്കായ ഒരു കാര്യത്തിനല്ലാണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വരരുത്. ദീൻ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിലോള് കരയാണോ? കരഞ്ഞോട്ടെ. മോളെങ്ങിട്ട് പോകുന്നത് ശരിയല്ല. എന്നെ മോൻ കല്യാണം കഴിച്ചത് അവന് കാണാൻ വേണ്ടിയാ ഇപ്പൊ ധരിച്ചു പോകുന്നത്. അത് അത്ര നല്ലതല്ല മോളെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഓള് കരഞ്ഞോട്ടെ. അല്ലാതെ ഓളെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞതിന്റെ പേരിലും, നോമ്പിന് ആദ്യത്തെ 5ാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ വിളിക്കാൻ ഓളെ വാപ്പ വരാത്തതിന്റെ പേരിലും, ഓളെ വീട്ടിൽ പാർക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പം പലഹാരം കുറഞ്ഞു പോയതിന്റെ പേരിലും, അതിന്റെ പേരിൽ ആവരുത് കുറ്റപ്പെടുത്തല്, അതിന്റെ പേരിൽ ആവരുത് സങ്കടപ്പെടുത്തല്. ആ ഹക്കായ നിലക്ക് കയറി വരുന്ന പെൺമക്കൾ ഇതൊരു കുടുംബത്തിന്റെ സമാധാന. അങ്ങനെ ഒരു ഉമ്മാക്ക് പടച്ചോൻ ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മരുവോടുങ്ങളോട് മോശം പെരുമാറുന്നുണ്ടോ, അത് പടച്ചോൻ കണക്കോക്കിക്കോളും. അത് അള്ള കണക്കോക്കിക്കോളും. അള്ള പറഞ്ഞതല്ലേ അത്. പടച്ചോൻ അശ്രദ്ധനല്ല. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ 1000 മടങ്ങ് അവളുടെ വേദന അനുഭവിപ്പിക്കാൻ കഴിവുള്ള പടച്ചോൻ വാനലോകത്തിരുന്നത് കാണുന്നുണ്ടെങ്കിൽ, ഇത്രയേറെ കരൾ കൊടുത്ത് മരുമക്കളെ സ്നേഹിച്ചിട്ടും ആ പെൺകുട്ടിയുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ വേദന മതി മരിയക്കളെ. നിങ്ങൾ അള്ളാന്റെ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടാൻ അള്ള പറഞ്ഞൊരു വാക്കാണത്. ആക്രമിക്കപ്പെട്ടവന്റെ വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദനയുടെ പ്രാർത്ഥനകൾ സൂക്ഷിച്ചോ. അവര് പടച്ചവനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ള കണക്ക് നോക്കും.